ഹായ് ഓൾ, ഞാൻ വിദ്യ. ഹരിതം ചൈൽഡ് ഡെവലപ്മെൻറ്റ് സെൻറ്റർ അവതരിപ്പിക്കുന്ന ഓഡിയോ ടേപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് പല കുടുംബങ്ങളിലും കാണുന്ന, പക്ഷേ പലപ്പോഴും തുറന്ന് സംസാരിക്കാത്ത ഒരു വിഷയത്തെ കുറിച്ചാണ്. സഹോദര സഹോദരിമാർ തമ്മിലുള്ള മത്സരവും തർക്കങ്ങളും, അതായത് സിബ്ലിംഗ് റിവൽറി. വീട്ടിൽ 2 കുട്ടികളോ അതിലധികമോ ഉണ്ടെങ്കിൽ ചെറിയ വഴക്കുകൾ, അസൂയ, മത്സര മനോഭാവം, ഒരാൾക്ക് കിട്ടുന്നത് മറ്റൊരാൾക്കും വേണമെന്ന തോന്നൽ, ഇവ വളരെ സാധാരണമാണ്. പക്ഷേ ചിലപ്പോൾ ഇത് കൂടുതൽ തർക്കങ്ങളായി, ദേഷ്യമായി, അടിപിടിയായി മാറുമ്പോൾ മാതാപിതാക്കൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ട സാഹചര്യം വരാം. സിബ്ലിംഗ് റിവൽറി എന്നത് സഹോദരങ്ങൾ തമ്മിലുള്ള മത്സരം, അസൂയ, ശ്രദ്ധ നേടാനുള്ള ശ്രമം, വഴക്ക്, ദേഷ്യം, ചിലപ്പോൾ സംസാരിക്കാതിരിക്കൽ തുടങ്ങിയ രീതികളിൽ കാണുന്ന ഒരു സ്വാഭാവിക പെരുമാറ്റമാണ്. ഇത് കുട്ടികൾ മോശമാണെന്നല്ല അർത്ഥം. പലപ്പോഴും ഇത് സ്നേഹം, ശ്രദ്ധ, സുരക്ഷിതത്വം, തങ്ങൾക്ക് നീതി ലഭിക്കുന്നുണ്ടോ എന്ന വികാരം എന്നിവയുമായി ബന്ധപ്പെട്ടതാണ്. മാതാപിതാക്കളുടെ സ്നേഹവും ശ്രദ്ധയും പങ്കിടേണ്ടി വരുമ്പോൾ ചില കുട്ടികൾക്ക് ഇൻസെക്യൂരിറ്റി തോന്നാം. പ്രത്യേകിച്ച് പുതിയ കുഞ്ഞ് വീട്ടിൽ വന്നാൽ വലിയ കുട്ടിക്ക് ഇപ്പോൾ അച്ഛനും അമ്മയും എന്നെ കുറിച്ച് ശ്രദ്ധിക്കുന്നില്ല എന്നൊരു തോന്നൽ ഉണ്ടാകാം. താരതമ്യം സിബ്ലിംഗ്സ് റിവൽറി കൂട്ടുന്ന ഒരു പ്രധാന കാരണമാണ്. അവൾക്ക് നല്ല മാർക്ക് നേടുന്നു, നീ എന്തുകൊണ്ട് ഇല്ല, അല്ലെങ്കിൽ അവൾ എത്ര നന്നായി പെരുമാറുന്നു എന്നിങ്ങനെ പറയുന്നത് കുട്ടികളിൽ അസ്വസ്ഥതയും ദേഷ്യവും ഉണ്ടാക്കും. ഓരോ കുട്ടിയും സ്വഭാവത്തിലും
കഴിവിലും വ്യത്യസ്തരാണ് എന്ന കാര്യം മാതാപിതാക്കൾ മനസ്സിലാക്കണം. ചിലപ്പോൾ സ്വഭാവ വ്യത്യാസം കൊണ്ടും ഇത് ഉണ്ടാകും. ഒരു കുട്ടി ശാന്തനായിരിക്കാം, മറ്റൊരാൾ കൂടുതൽ ചലനശീലമുള്ളവനായിരിക്കാം. പ്രായ വ്യത്യാസവും ചിലപ്പോൾ പ്രശ്നമാകാം. ചെറിയ കുട്ടിക്ക് കൂടുതൽ പരിചരണം കിട്ടുമ്പോൾ വലിയ കുട്ടിക്ക് അനീതിയായി തോന്നാം. അതുപോലെ മാതാപിതാക്കളുടെ തിരക്കുകളും മാനസിക സമ്മർദ്ദവും കുട്ടികളിൽ ഇത്തരം പെരുമാറ്റം വർദ്ധിപ്പിക്കാം. കാരണം അവർ ശ്രദ്ധ നേടാൻ ശ്രമിക്കും. മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ടത് ആദ്യം താരതമ്യം ഒഴിവാക്കുക എന്നതാണ്. ഓരോ കുട്ടിയും വ്യത്യസ്തരാണ് എന്ന ബോധം മാതാപിതാക്കൾക്ക് വ്യക്തമായിരിക്കണം. ഒരുപോലെ സ്നേഹം കാണിക്കുക എന്നത് ഒരേ രീതിയിൽ പെരുമാറണം എന്നല്ല. ഓരോ കുട്ടിയുടെ ആവശ്യങ്ങൾ വ്യത്യസ്തമാണ്. പക്ഷേ നീതി ലഭിക്കുന്നു എന്ന തോന്നൽ അവർക്ക് ഉണ്ടാകണം. കുട്ടികളെ പേരിട്ട് വിളിക്കുന്നത്, ഒരാളെ നല്ല കുട്ടി എന്നും മറ്റൊരാളെ പ്രശ്നക്കാരൻ എന്നും പറയുന്നത് റിവൽറി കൂടുതൽ ശക്തമാക്കും. ഓരോ കുട്ടിയോടും പ്രത്യേകം സമയം ചെലവഴിക്കുന്നത് ഇൻസെക്യൂരിറ്റി കുറയ്ക്കാൻ സഹായിക്കും. കുട്ടികൾ വഴക്കിടുമ്പോൾ മാതാപിതാക്കൾ ആദ്യം ശാന്തരായിരിക്കണം. ഉടൻ കുറ്റം പറയാതെ കാര്യം മനസ്സിലാക്കാൻ ശ്രമിക്കണം. ചിലപ്പോൾ കുട്ടികൾക്ക് സ്വയം പ്രശ്നം പരിഹരിക്കാൻ അവസരം കൊടുക്കാം. അതിലൂടെ പ്രശ്ന പരിഹാര കഴിവ് വളരും. എന്നാൽ അടിപിടി ഉണ്ടെങ്കിൽ ഉടൻ ഇടപെടണം. കുട്ടികൾക്ക് അവരുടെ വികാരങ്ങൾ തുറന്ന് പറയാൻ പഠിപ്പിക്കുന്നത് വളരെ പ്രധാനമാണ്. എനിക്ക് ദേഷ്യം തോന്നി, എനിക്ക് വിഷമമായി എന്നിങ്ങനെ പറയാൻ പഠിച്ചാൽ അടിപിടി കുറയും. പങ്കിടൽ ശീലം ക്രമത്തിൽ ഉപയോഗിക്കൽ, കാത്തിരിക്കുക, ഒത്തുതീർക്കൽ തുടങ്ങിയ ശീലങ്ങൾ കുട്ടികൾക്ക് പതിയെ പഠിപ്പിക്കാം. ഒരു
കുട്ടി സഹോദരനെ സഹായിച്ചാലോ പങ്കുവച്ചാലോ പരിചരണം കാണിച്ചാലോ അത് ഉടൻ പ്രശംസിക്കുന്നത് റിവൽറി കുറയ്ക്കാൻ സഹായിക്കും. കുടുംബമായി ഒരുമിച്ച് സമയം ചെലവഴിക്കുക, കളികൾ, ഔട്ടിംഗ്, കുടുംബ സംസാരങ്ങൾ ഇവ ബന്ധം ശക്തമാക്കും. മാതാപിതാക്കൾ തന്നെ ബഹുമാനത്തോടെ സംസാരിക്കുന്ന മാതൃക കാണിക്കുമ്പോൾ കുട്ടികൾ അത് കണ്ട് പഠിക്കും. കുട്ടികൾക്ക് ഇങ്ങനെയൊക്കെ തോന്നുന്നത് സാധാരണമാണ്. പക്ഷേ ചില സാഹചര്യങ്ങളിൽ വിദഗ്ധരുടെ സഹായം ആവശ്യമായി വരാം. അധികമായ അടിപിടി, സ്ഥിരമായ വെറുപ്പ്, ആത്മവിശ്വാസക്കുറവ്, ഒറ്റപ്പെടൽ, ഭയം, പഠനത്തിൽ താൽപ്പര്യം കുറയുക എന്നിവ ശ്രദ്ധിക്കേണ്ട ലക്ഷണങ്ങളാണ്. അത്തരത്തിലുള്ള സാഹചര്യം ഉണ്ടെങ്കിൽ മനഃശാസ്ത്ര വിദഗ്ധരുടെ സഹായം തേടുന്നത് നല്ലതാണ്. ഒടുവിൽ പറയാനുള്ളത് സിബ്ലിംഗ് റിവൽറി പൂർണ്ണമായും ഒഴിവാക്കാൻ സാധിക്കില്ല. പക്ഷേ അത് ആരോഗ്യകരമായി നിയന്ത്രിക്കാൻ കഴിയും. സഹോദര ബന്ധം ജീവിതത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ ബന്ധങ്ങളിൽ ഒന്നാണ്. മത്സരം നിന്ന് സ്നേഹത്തിലേക്ക് അത് മാറാൻ മാതാപിതാക്കളുടെ പങ്ക് വളരെ പ്രധാനമാണ്. ഓരോ കുട്ടിക്കും ഉറപ്പുണ്ടാകണം, നിങ്ങൾ രണ്ടുപേരെയും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ് എന്നും സ്നേഹം പങ്കിടേണ്ട ഒന്ന് അല്ല എന്നും അത് എല്ലാവർക്കും മതിയുള്ളതാണ് എന്നും. കുട്ടികൾക്ക് സുരക്ഷയും അംഗീകാരവും കിട്ടുമ്പോൾ റിവൽറി സ്വാഭാവികമായും കുറയും. ഇനി അടുത്ത ഓഡിയോ ടാപ്പുമായി നമുക്ക് കാണാം. നന്ദി.